ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീസ് പി എസ് സി വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അപ്പോൾ നമുക്ക് ഇന്ന് തിരുവിതാംകൂർ ഭരണാധികാരികളിൽ പൂരാടം തിരുനാൾ സേതു ലക്ഷ്മിഭായിനെ കുറിച്ച് പഠിക്കാം. അതവരുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1924 മുതൽ 1931 വരെയായിരുന്നു. അതുപോലെ തിരുവനന്തപുരം പട്ടണം വൈദികീകരിച്ച ഭരണാധികാരിയാണ് 1929. അതുപോലെ തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന നമ്മുടെ മൃഗബലി അതുപോലെയുള്ള ദേവദാസി സമ്പ്രദായമൊക്കെ നിർത്തലാക്കിയതും ഇവരാണ്. അതുപോലെ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്ന സമയത്ത് ഭരണാധികാരിയായിരുന്നു. അതുപോലെ തിരുവാർപ്പ് ശുചീന്ദ്രം സത്യാഗ്രഹം ആ സമയത്തൊക്കെ ഭരണാധികാരിയും സേതു ലക്ഷ്മിഭായി ആയിരുന്നു. അതുപോലെ ഗാന്ധിജി സന്ദർശിച്ച ആദ്യത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു സേതു ലക്ഷ്മിഭായ്. നീണ്ടകര പാലം നിർമ്മിച്ചു, സ്കൂളിൽ ഉച്ചഭക്ഷണ പരിപാടി ആരംഭിച്ചു. അതൊക്കെ സേതു ലക്ഷ്മിഭായി ആയിരുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മൾ ഏകദേശം തിരുവിതാംകൂർ ഭരണാധികാരികൾ തീരാറായിട്ടുണ്ട്. നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് ഇനി ചിത്തിര തിരുനാളും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ പഠിച്ചിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ലവണ്ണം പഠിക്കുക. ഓക്കെ, ബൈ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീസ് പി എസ് സി വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അപ്പോൾ നമുക്ക് ഇന്ന് തിരുവിതാംകൂർ ഭരണാധികാരികളിൽ പൂരാടം തിരുനാൾ സേതു ലക്ഷ്മിഭായിനെ കുറിച്ച് പഠിക്കാം. അതവരുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1924 മുതൽ 1931 വരെയായിരുന്നു. അതുപോലെ തിരുവനന്തപുരം പട്ടണം വൈദികീകരിച്ച ഭരണാധികാരിയാണ് 1929. അതുപോലെ തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന നമ്മുടെ മൃഗബലി അതുപോലെയുള്ള ദേവദാസി സമ്പ്രദായമൊക്കെ നിർത്തലാക്കിയതും ഇവരാണ്. അതുപോലെ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്ന സമയത്ത് ഭരണാധികാരിയായിരുന്നു. അതുപോലെ തിരുവാർപ്പ് ശുചീന്ദ്രം സത്യാഗ്രഹം ആ സമയത്തൊക്കെ ഭരണാധികാരിയും സേതു ലക്ഷ്മിഭായി ആയിരുന്നു. അതുപോലെ ഗാന്ധിജി സന്ദർശിച്ച ആദ്യത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു സേതു ലക്ഷ്മിഭായ്. നീണ്ടകര പാലം നിർമ്മിച്ചു, സ്കൂളിൽ ഉച്ചഭക്ഷണ പരിപാടി ആരംഭിച്ചു. അതൊക്കെ സേതു ലക്ഷ്മിഭായി ആയിരുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മൾ ഏകദേശം തിരുവിതാംകൂർ ഭരണാധികാരികൾ തീരാറായിട്ടുണ്ട്. നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് ഇനി ചിത്തിര തിരുനാളും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ പഠിച്ചിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ലവണ്ണം പഠിക്കുക. ഓക്കെ, ബൈ.